മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുന്ന ഒരാൾ പട്ടിണിയാന്ന് വിചാരിക്കും, അയാൾക്ക് കണ്ണടച്ചാൽ കുട്ടികൾക്കുള്ള റൊട്ടിയെക്കുറിച്ചേ ചിന്ത വരുള്ളൂ. അയാൾക്ക് പരമാനന്ദവും അഹം ബ്രഹ്മാസ്മി ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ഈ 51 അക്ഷരം വെച്ചിട്ടല്ലേ മന്ത്രം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു മന്ത്രം ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. അങ്ങേക്ക് മന്ത്രശാസ്ത്രത്തിന്റെ ക്രമം മനസ്സിലാക്കി ഉണ്ടാക്കാം. അയ്യുണ്ടുള്ള കേയോ ഹയവരഡ് എന്നൊക്കെ പറഞ്ഞത് മാഹേശ്വര സൂത്രമുണ്ട് സംസ്കൃതത്തിൽ. ഈ മാഹേശ്വര സൂത്രം എന്ന് പറഞ്ഞ അക്ഷരങ്ങളുടെ ഒരു ആരും അയോഗ്യന്മാരല്ല, അയോഗ്യന്മാരാക്കിയത് അയോഗ്യന്മാരായ ഗുരുക്കന്മാരാണ്. അക്ഷമാലാ ജപം എന്ന് പറഞ്ഞിട്ടൊരു ജപം തന്നെ ഉണ്ട് തന്ത്രത്തിൽ. അതായത് ഇപ്പം നമശിവായ എന്ന് പറയുന്ന മന്ത്രത്തിന് അക്ഷമാലാ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നും പറയുന്നുണ്ട് തന്ത്രശാസ്ത്രത്തിൽ. ഈ അക്ഷരമാലയായിട്ട് സമ്പുടീകരിച്ചിട്ട് ശിവന്റെ മന്ത്രം ജപിക്കാം. വാരാഹിയെ കുറിച്ചിട്ടും പ്രത്യങ്കരയെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പറയും ശ്രീവിദ്യയുടെ അംഗോപാംഗങ്ങളായിട്ട് വരുന്ന മന്ത്രിണി ദണ്ഡിനിയാണ് വാരാഹി മാതങ്കി. ഈ ശ്രീവിദ്യയിൽ തന്നെ ഈ വാരാഹിയെ ശ്രീചക്രത്തിന്റെ ബിന്ദുവിൽ വെച്ചിട്ട് പൂജിക്കുന്ന ക്രമം ഉണ്ടറിയോ? ഇപ്പൊ ദശമഹാവിദ്യ ഭയങ്കര ട്രെൻഡിങ്ങാണ്. ദശമഹാവിദ്യ അല്ലേ? നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് വെറുതെ ധ്യാനിക്കുന്നതല്ലാതെ നിങ്ങളുടെ കുണ്ടലിനിയെ മേലോട്ട് കയറ്റാൻ തന്ത്രത്തിൽ ക്രമമുണ്ട്. അതിന് ഷഡ്ചക്ര ഭേദനം എന്ന് പറയും. ഇത് ഏത് ആധികാരിക ഗ്രന്ഥത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിരസതയെക്കുറിച്ചും ഇങ്ങനെയൊക്കെ കിട്ടുമെന്നും നിങ്ങൾ നരകിക്കേണ്ടവരാണെന്നും നരകിക്കുന്നത് പോലും നല്ലതിനാണെന്നൊക്കെ പറയുന്നത് എവിടെയാ? വേദത്തിൽ പറയുന്നുണ്ടോ? തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ? ഇത് ആര് പറഞ്ഞതാ? എങ്കും കാണില്ല. കാരണം അങ്ങനെ നിങ്ങൾ നരകിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒരു ദേവതയ്ക്ക് കാര്യമില്ലല്ലോ. നരകിക്കണം എന്നല്ല, അതായത് ദേവി നിങ്ങളെ പരീക്ഷിക്കും. ശ്രീവിദ്യാർണവത്ത് പറയുന്നുണ്ടോ? ഏത് ആധികാരിക ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്? അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾ ദേവതയെ സഹോദരനായിട്ട് കണ്ടാലും പുരുഷം വാ സ്മരേ ദേവിം സ്ത്രീരൂപം വാ വിചിന്തയേൽ അഥവാ നിഷ്ഫലം ധ്യായേത് സച്ചിദാനന്ദ വിഗ്രഹം എന്ന് മഹാഷോരന്യാസത്തിൽ പറയുന്നതാണ്. പുരുഷനായിട്ട് നിങ്ങൾ ദേവിയെ കണ്ടോ? അമ്മയായിട്ട് കാണണ്ട. അഥവാ സ്ത്രീരൂപമായിട്ട് കണ്ടോ? അമ്മയായിട്ടോ സഹോദരിയായിട്ടോ കാമുകിയായിട്ടോ അടുത്ത വീട്ടിലെ ഭാര്യയായിട്ടോ എന്ത് വേണമെങ്കിൽ കണ്ടോ, കുഴപ്പമില്ല. അഥവാ എന്താ നപുംസകത്വം അർദ്ധനാരീശ്വരനായിട്ട് കണ്ടോളൂ, ശിവശക്തി സംയോഗമായിട്ട് കണ്ടോളൂ, കുഴപ്പമില്ല. നിഷ്ഫലം ധ്യായത് ഇനി ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിയമമാണ്. ഇതിലല്ല നമ്മൾ ഈ അനുഷ്ഠാനം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നിടത്താണ് റിസൾട്ട് ഇരിക്കുന്നത്. സിസ്റ്റം തെറ്റിയാൽ നിങ്ങളിനി എങ്ങനെയൊക്കെ കണ്ടിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ശാസ്ത്രം വ്യക്തമായിട്ട് പഠിക്കുക. ഭക്തിയുടെ മാർഗം വേറെ, അത് ഭക്തിമാർഗ്ഗമാണ്. അത് നമുക്ക് കുറേ ആനന്ദം. ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ തന്ത്രത്തിൽ പോകുന്നതിന് മുമ്പ് ആദ്യമേ ഭക്തി മാർഗത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്ന നിരവധി മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഭക്തിമാർഗമാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന, ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ശിവനെ ഇഷ്ടപ്പെടുന്നവർ, ഭഗവതിയെ ഇഷ്ടപ്പെടുന്നവരെ, അപ്പോൾ ഓരോ ഇഷ്ടദേവതകളുണ്ട്. അവരിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ ദേവതയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ ഭക്തികൾ ഇവർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ദൈവം ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കഥകളിൽ കേട്ട ഒരുപാട് ഭക്തിയുടെ ഒരുപാട് പരമോന്നതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരമമായ ഭക്തർക്ക് അവരുടെ ഉള്ളിൽ ചില അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു. അങ്ങനെ ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല ജീവിതം. അങ്ങനെ ഒരു ദേവനും പറഞ്ഞിട്ടില്ല ശിവം ഭൂത്വാ ശിവം യജേൽ എന്നാണ് പറഞ്ഞത്. ശിവനായിട്ട് ശിവനെ ഉപാസിക്കും. നീ തന്നെയാണ് ശിവൻ അല്ലേ? ഇത് തന്നെയല്ലേ തത്വമസി. ഞാൻ തന്നെ അയ്യപ്പനാണെങ്കിൽ ഞാൻ എന്തിനാ ദുരിതമനുഭവിക്കണേ? പക്ഷെ ആ തലത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭക്തിമാർഗം തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, അത് ഈശ്വരനുമായിട്ടൊരു പ്രേമമൊക്കെ ഉണ്ടായിക്കോട്ടെ, നല്ലത് തന്നെ. പക്ഷേ നിങ്ങളൊരു ഉപാസനയുടെ തലത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ സാധാരണ മനുഷ്യർ എന്നുള്ളൊരു ടെർമിനോളജി ഉണ്ടല്ലോ, അത് പാടില്ല. അത് വൈദിക സമ്പ്രദായ പ്രകാരവും താന്ത്രിക സമ്പ്രദായ പ്രകാരവും അയോഗ്യ പുരുഷോനാസ്തി ശൃണ്വന്തു ലോകേ അമൃതസ്യ പുത്ര എന്നാണ് വേദം തുടങ്ങുന്നത് തന്നെ. കേട്ടോളൂ, അമൃതത്വത്തിൻ്റെ പുത്രന്മാരെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളൊക്കെ ചില്ലറക്കാരാ? നമ്മളൊക്കെ അല്ല. അപ്പം നമ്മളെല്ലാം യോഗ്യരാണ്. ഇവിടെ അയോഗ്യരാന്ന് നിശ്ചയിക്കുന്ന ഇടക്കാലത്ത് വന്നിട്ടുള്ള ഗുരുക്കന്മാരാ. അതവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ പോയി സംശയിച്ചാൽ എന്ത് പറയും? നിങ്ങളുടെ ദുരിതം കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അല്ലാണ്ട് മറ്റേ ആൾ പറഞ്ഞു കൊടുത്തത് തെറ്റുണ്ടാന്ന് പറയില്ല. അങ്ങനെ ഏതെങ്കിലും ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തന്ന് തെറ്റിപ്പോയിട്ടുണ്ടാവും, നമുക്കൊന്ന് മാറ്റി പിടിച്ചു നോക്കാം, അങ്ങനെ ഏതെങ്കിലും ഗുരു പറഞ്ഞു കേട്ടിട്ടില്ല? എന്താ പറയുക? നിങ്ങളുടെ പൂർവ്വജന്മദോഷം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാളെന്തിനാ ഗുരുവായിട്ടിരിക്കുന്നത്? മാറ്റാൻ കഴിവില്ലെങ്കിൽ
മനസ്സിലായോ? ദുരിതം മാറ്റാനും ശിഷ്യനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനും കഴിവില്ലെങ്കിൽ ശിഷ്യൻ്റെ പൂർവ്വജന്മ ദുരിതമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സിനിമയിൽ മുകേഷ് പറഞ്ഞ പോലെ നീ പറഞ്ഞിട്ടാണോ ഞാൻ അറിയാമെന്ന് ചോദിക്കില്ലേ? അതേപോലെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ലല്ലോ. നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ശിഷ്യൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഗുരുക്കളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ഇടണം. കാരണം അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. കഥ കേൾക്കാം, തത്വങ്ങൾ കേൾക്കാം, തത്വം കൊണ്ട് അരി പോകില്ലല്ലോ. ഇല്ല. നമുക്ക് സമൃദ്ധിക്ക് ഇപ്പം ഈ പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പാപമായിട്ട് ആൾക്കാർ കാണുന്നല്ലേ. ഒരാൾ പൈസക്കാരനായാലും ഉടനെ പറയും അവൻ എന്തോ ഒരു തരികിട പരിപാടി ഉണ്ട്. ഇത് നമ്മുടെ അസൂയ. അത് നമ്മളെക്കാട്ടും കഴിവുള്ളതുകൊണ്ടല്ലേ മറ്റവൻ പൈസ ഉണ്ടാക്കുന്നേ, അല്ലേ? ഇപ്പോൾ ഓഷോ ഒക്കെ പറയും, നമ്മൾ ജപിക്കാനൊക്കെ ഇരിക്കുന്ന മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുന്ന ഒരാൾ പട്ടിണിയാന്ന് വിചാരിക്കും, അയാൾക്ക് കണ്ണടച്ചാൽ കുട്ടികൾക്കുള്ള റൊട്ടിയെക്കുറിച്ചേ ചിന്ത വരുള്ളൂ. അയാൾക്ക് പരമാനന്ദവും അഹം ബ്രഹ്മാസ്മി ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ശരിയാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് തപസ് ചെയ്യാൻ പോലും പറ്റുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ട് ഞാൻ പറയാം, അങ്ങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലിരിക്കുക, എന്നും രാവിലെ ഒരു കുടം നിറച്ചും സ്വർണ്ണ നാണയം വെച്ചത് മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങേക്ക് എത്ര സ്വർണ്ണ നാണയം കാണാൻ പറ്റും? പ്രശ്നങ്ങൾ മുഴുവൻ തലയിൽ കൂടി ട്രെയിൻ പോകുന്ന പോലെ ഓടും. പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടല്ലേ തപസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ശ്രീവിദ്യാ പൂജയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും സമൃദ്ധമായിട്ടിരിക്കണം എന്നാണ് പറയുക. തന്ത്രശാസ്ത്രമൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സമൃദ്ധിയിൽ സന്തുഷ്ടനായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തെ മനഃശാന്തിയോടുകൂടി ജപം തുടങ്ങാൻ പോലും പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മുടെ ഓരോ ശാസ്ത്രവും പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു ശാസ്ത്രവും ദാരിദ്ര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, സമൃദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇതൊന്നും ഞാൻ എൻ്റെ വാക്കിന് ഇഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കി പറയുന്നതല്ല. ഇതെല്ലാത്തിനും നിയമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അയോഗ്യ പുരുഷോ നാസ്തി അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലവും അനൗഷധം. എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളാണെന്ന് പറയുന്നത്. എല്ലാ അക്ഷരം ഈ 51 അക്ഷരം വെച്ചിട്ടല്ലേ മന്ത്രം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ മന്ത്രം ഉണ്ടാക്കാം. അങ്ങേക്ക് മന്ത്രശാസ്ത്രത്തിന്റെ ക്രമം മനസ്സിലാക്കി ഉണ്ടാക്കാം. ഒരു മന്ത്രം സമ്പുടീകരിച്ച് ഉണ്ടാക്കേണ്ടതിന് നിയമമുണ്ട്. ഇന്ന അക്ഷരത്തിന്റെ കൂടെ ഇന്നത് ചേരണം, അതിന് ക്രമമുണ്ട്. അത് അങ്ങ് പഠിച്ച് അങ്ങേക്ക് ഉണ്ടാക്കാം, പ്രയോഗിക്കാം. പക്ഷെ പഠിക്കണം. ഈ മാതൃകാ സരസ്വതി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. അതായത് 51 അക്ഷരമാണ് ആ മന്ത്രം. ആ മന്ത്രങ്ങൾ ഉപാസിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കാശി പോലത്തെ സ്ഥലങ്ങളിൽ മാഹേശ്വര സൂത്രത്തെ അയ്യുണ്ടിൽ കേയോങ്ങയോ ഹയവരഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മാഹേശ്വര സൂത്രമുണ്ട് സംസ്കൃതത്തിൽ. ഈ മാഹേശ്വര സൂത്രം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ഒരു കൂട്ടാണ്. ഇതിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉണ്ടായെന്നാണ് പാണിനി സൂത്രത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പാണിനി മാഹേശ്വര സൂത്രത്തെ മന്ത്രമായിട്ട് ഉപാസിക്കുന്നൊരു ക്രമമുണ്ട്. അത് എല്ലാ മന്ത്രത്തെ അക്ഷരം ആയിട്ട് ഉപാസിക്കാം. അതാണ് അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി മൂലവും അനൗഷധം. എല്ലാ ചെടികളിലും ഔഷധ ഗുണമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളിവിടെയൊക്കെ കാണുന്ന ഇഷ്ടം പോലെ ചെടികളിലെ എല്ലാ ചെടിക്കും ഓരോ ഔഷധ ഗുണമുണ്ട്. അതേപോലെ അയോഗ്യ പുരുഷോ നാസ്തി. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ, ജീവജാലങ്ങൾ എന്നുള്ള അർത്ഥം. എല്ലാ ആൾക്കാരും യോഗ്യന്മാരാണ്, ആരും അയോഗ്യന്മാരല്ല. അയോഗ്യന്മാരാക്കിയത് അയോഗ്യന്മാരായ ഗുരുക്കന്മാരാണ്. അപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പം അക്ഷരങ്ങൾ കൊണ്ട് ഒരു മന്ത്രം തീർക്കാമെങ്കിൽ നമ്മുടെ അക്ഷരമാല തന്നെ ഒരു മന്ത്രമല്ലേ? അക്ഷരമാല മന്ത്രമുണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്. മാതൃകാ സരസ്വതി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. പക്ഷേ ഇത് ഓരോ മന്ത്രങ്ങളും എങ്ങനെ, അതായത് ആ തൊട്ട് ക്ഷ വരെയുള്ള അക്ഷരങ്ങളെ ജപിക്കുന്നതിന് ഇതിനെ സമ്പുടീകരിച്ച അക്ഷമാലാ ജപം എന്ന് പറഞ്ഞിട്ടൊരു ജപം തന്നെ ഉണ്ട് തന്ത്രത്തിൽ. അതായത് ഇപ്പം നമശിവായ എന്ന് പറയുന്ന മന്ത്രത്തിനെ അക്ഷമാലാ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നും പറയുന്നുണ്ട് തന്ത്രശാസ്ത്രത്തിൽ. ഈ അക്ഷരമാലയായിട്ട് സമ്പുടീകരിച്ചിട്ട് ശിവന്റെ മന്ത്രം ജപിക്കാം. ഇതിന് അക്ഷമാലാ ജപക്രമം എന്ന് പറയും. അപ്പോൾ ആ നമശിവായ അങ്ങനെയല്ല, അതൊരു രഹസ്യവശമാണ്. അതുകൊണ്ട് ഞാൻ അതിനിവിടെ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അത് ഓരോരുത്തരുടെ ക്രമങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതിനെ പുടിതമായിട്ട് ഈ അക്ഷരങ്ങളെ കൂട്ടിയിട്ട് നമശിവായ ജപിക്കുന്ന ഒരു ക്രമമുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെയല്ല, അല്ലാത്തൊരു രീതിയാണ്. അങ്ങനെ ഒരു ജപക്രമമുണ്ട്. ഇതിന് അക്ഷമാലാ ജപം എന്ന് പറയും. കാരണം ഇതിപ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നാളെ തൊട്ടിട്ട് ആ നമശിവായ എന്നെല്ലാം തുടങ്ങും. പിന്നെ അവസാനം വലിയ ആയിപ്പോ. അപ്പം അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് രഹസ്യമായിട്ടുള്ളതാണ്. അത് ഓരോ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സമീപിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇതിനകത്തുള്ളൊരു കുഴപ്പം, ഈ അക്ഷമാലാ ജപം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം മുമ്പ് ഒരാൾ പറഞ്ഞതാ, ഈ 51 അക്ഷരം ഇങ്ങനെ കയ്യിൽ കാണുക ഒരു മാലയായിട്ട്, എന്നിട്ട് ആ മാലയിൽ ഇങ്ങനെ സങ്കല്പിച്ച് ജപിക്കുകയാണ്. എന്ത് വിഡ്ഢിത്തരം ആലോചിച്ച് ഇയാൾക്ക് അറിയില്ല, എനിക്ക് അറിയില്ല മോനെ എന്ന് പറഞ്ഞാൽ പോരെ. മനസ്സിലായോ? അപ്പം ഇതേപോലെയൊക്കെ അങ്ങോട്ട് തള്ളി മറിക്കുക, ഒരടിസ്ഥാനമില്ല ഇവിടെ ഉള്ള മിക്ക ഗുരുക്കന്മാരുടെ അവസ്ഥ. അത് ഒരടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുക. ശിഷ്യന്മാർ പാവല്ലേ, ശിഷ്യന്മാരൊക്കെ ഒന്നും അറിയാണ്ട് വരുന്നതല്ലേ.
അതെ, പഠിക്കാനുള്ള ഒരു ത്വര കൊണ്ട്, വിദ്യയോടുള്ള ത്വര കൊണ്ട് വരുന്നതാണ്. ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് ദീക്ഷയ്ക്കൊക്കെ, മനസ്സിലായി? ഒന്നും പറഞ്ഞു കൊടുക്കൂല, ഒന്നും. അതേപോലെ ഇപ്പോൾ വാരാഹി, അതെ, ഈ വാരാഹിയെ കുറിച്ചിട്ടും പ്രത്യങ്കരയെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ പറയും ശ്രീവിദ്യയുടെ അംഗോപാംഗങ്ങളായിട്ട് വരുന്ന മന്ത്രിണി ദണ്ഡിനിയാണ് വാരാഹി, മാതങ്കി. ഈ ശ്രീവിദ്യയിൽ തന്നെ ഈ വാരാഹിയെ ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിൽ വെച്ചിട്ട് പൂജിക്കുന്ന ക്രമമുണ്ട്, അറിയോ? വാരാഹിയെ ശ്രീവിദ്യയ്ക്ക് തുല്യമാക്കി വെച്ച് പൂജിക്കുന്ന ക്രമമുണ്ട്. അപ്പോൾ അതെവിടെ പോയി? അപ്പോൾ എവിടെ പോയി? ദണ്ഡിനി സൈഡിൽ നിൽക്കുന്ന ആളായിരുന്നെങ്കിലും പുള്ളിക്കാരത്തെ എന്തിനാ ഭഗവതിൻ്റെ സീറ്റ് കയറിയിരിക്കുന്നത്? ബിന്ദുവിലിരിക്കുന്ന ഭഗവതിയാണല്ലോ, രാജരാജേശ്വരി ആണല്ലോ. അപ്പോൾ രാജരാജേശ്വരിൻ്റെ സീറ്റിൽ എന്തിനാ വാരാഹിയും പ്രത്യങ്കരയൊക്കെ കയറിയിരിക്കുന്നത്? പ്രത്യങ്കരനെ നവാവരണം ചെയ്യുമ്പോൾ, നവാവരണം അത് ശ്രീവിദ്യയെ പോലെ കാണുന്നത് ശ്രീവിദ്യ പ്രത്യങ്കര എന്ന് പറയും. പ്രത്യങ്കരെ ശ്രീവിദ്യയാക്കിയിട്ട് പൂജിക്കുന്ന ക്രമമുണ്ട്. അപ്പം ഇതൊക്കെ താഴെ നിൽക്കുന്ന ദേവത, ഈ താഴെ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്നതൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ദശമഹാവിദ്യ ഭയങ്കര ട്രെൻഡിങ്ങാണ്, ദശമഹാവിദ്യ അല്ലേ? ഈ 5 അത് ഏതൊരാൾ പറഞ്ഞാണേ, ഈ സുന്ദരിമാരായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരെല്ലാം സുന്ദരീ കുലത്തിലുള്ള ദേവതകളാന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ശ്രീവിദ്യ നല്ല ഗംഭീരം ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ നിൽക്കുക, ഡ്രസ്സൊന്നും വ്യവസ്ഥയായിട്ട് കാളി, താര, ഇവരൊക്കെ കാളി കുലവും സുന്ദരിമാർ. അങ്ങനെയാണെങ്കിൽ ത്രിപുര ഭൈരവി എന്ന് പറഞ്ഞിട്ടൊരു ദേവിയുണ്ട് ഇതിൽ. പുള്ളിക്കാരത്തേക്ക് ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ അത് ശ്രീകുലമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ഇതൊന്നല്ല. അതൊക്കെ കാളിയെ ഉപാസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദേവതകൾക്ക് ദശമഹാവിദ്യക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗണപതിമാരുണ്ട്, വിഷ്ണു വിധാനങ്ങളുണ്ട്. ഹരിദ്ര ഗണപതി ബഗളാമുഖിക്ക് ഈക്വലൻ്റാണ്, ബഗളാമുഖിയുടെ അതേ വൈബ്രേഷൻ കിട്ടും, മനസ്സിലായോ? പഞ്ചവക്ത്ര ഗണപതി ദക്ഷിണകാളിക്ക് സമാനമായിട്ടുള്ള ഗണപതിയാണ്, ദക്ഷിണകാളിയുടെ അതേ എഫക്റ്റ് കിട്ടും. ഇതിൽ ചെറുപ്പം വലിപ്പം ഇല്ല. നമ്മൾ ഒരു സാധനയെ ട്യൂൺ ചെയ്തെടുക്കുന്നതിൻ്റെ ക്രമമാണ്. അത് കൃത്യമായിട്ട് തന്ത്രം പഠിക്കണം. ഗാണപത്യവും ശൈവവും ഇങ്ങനെ ഓരോ തന്ത്രങ്ങളിൽ പല വിധാനങ്ങളെക്കുറിച്ച് നോളജ് വേണം. അല്ലാതെ എൻ്റെ ഗുരു പ്രശസ്തനാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അങ്ങയുടെ ഇഷ്ടദേവത ഏതാണ്, അല്ലെങ്കിൽ അങ്ങ് പൂജിക്കുന്ന ദേവതാ ചൈതന്യം ഏതാണ്? അത് നമ്മളൊരു ഗോപ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ശ്രീവിദ്യാ സമ്പ്രദായത്തിലാണ്. അപ്പം നമ്മൾ ആ ഒരു സമ്പ്രദായത്തിലായിരിക്കുമല്ലോ ഉപാസന ചെയ്യുക. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇപ്പോൾ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നിർബന്ധിച്ച് കൊടുക്കേണ്ട ഒരു സാധനമല്ല ശ്രീവിദ്യ. ഇപ്പം എന്നോട് എൻ്റെ ഗുരുനാഥനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ബുക്ക് ഇപ്പോൾ ശ്രീവിദ്യയുടെ പൂജാക്രമമൊക്കെ ഉണ്ട്, ഇതൊക്കെ എവിടെ വേണമെങ്കിൽ കൊണ്ടുവച്ചോ, ആര് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ രഹസ്യ വശങ്ങൾ അറിയാതെ ഇത് കൈ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനിപ്പോൾ അങ്ങേക്ക് നിർബന്ധിച്ച് ഈ പദ്ധതി മുഴുവൻ എടുത്ത് അങ്ങേക്ക് തന്നെന്ന് വിചാരിക്കും, അങ്ങേക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങേക്ക് യോഗ്യത മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ അയോഗ്യതയല്ല, അങ്ങേക്ക് വേണ്ട പദ്ധതിയാണെങ്കിൽ മാത്രമേ ഈ സാധനം അങ്ങേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എടുത്തു കൊടുത്താൽ അവർ വേണ്ടാന്ന് പറയും. അങ്ങനെയാണ്. അങ്ങേക്ക് പറ്റുന്ന പദ്ധതിയാണെങ്കിൽ അങ്ങ് ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഈ പദ്ധതികളും ഇപ്പോൾ ഭഗവതി സേവ, ഗണപതി ഹോമം, ഇത്തരത്തിലുള്ള ഹോമങ്ങളുണ്ടല്ലോ, സുദർശന ഹോമം. അപ്പം ഈ ദേവതകളും ഈ ഹോമങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഉപാസനയും ഹോമങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ? ഉപാസനയുടെ ഒരു പാർട്ടാണ് ഹോമം. പൂജ, ഹോമം, ബലി, തർപ്പണം. ബലി മീൻസ് നമ്മൾ ബലി തൂവില്ല അമ്പലത്തിലൊക്കെ, അതേപോലെ ബലി തൂവുന്ന ക്രമങ്ങൾ, തർപ്പണം, ഇതെല്ലാം കൂടി ഒരു സെറ്റായിട്ടാണ് നമ്മളൊരു ഉപാസന ചെയ്യുക. ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല, സൂക്ഷ്മ, പരഹോമം 3 തരത്തിലുണ്ട്. സ്ഥൂല ഹോമമാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അവിടെ നമ്മൾ വസ്തുക്കളെ ഉപയോഗിച്ച് ഹോമിക്കും. എന്താ ഈ പറയുന്ന പോലെ ദ്രവ്യങ്ങൾ, ഗണപതി ഹോമത്തിന് കൊട്ടത്തേങ്ങ, അവില്, മലര്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഹോമിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ. സൂക്ഷ്മ ഹോമത്തിൽ വരുമ്പം മന്ത്രങ്ങളെ കൊണ്ട് മാത്രമാണ് ഹോമം. അത് കുണ്ടലിനിയിലാണ് ഹോമം. പുറത്ത് ഹോമകുണ്ടം വേണ്ട. മനസ്സിലൊരു ഹോമം, മനസ്സിലല്ല. കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ക്രമം ഉണ്ടല്ലോ. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും കുണ്ടലിനി ഉദ്ദീപിച്ച് തലയിലെത്തി സഹസ്രാരത്തിലെത്തിയാൽ, ഇതൊന്നും അല്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുണ്ടലിനി ഉദ്ദീപനത്തിന് തന്നെ ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് വെറുതെ ധ്യാനിക്കുന്നതല്ലാതെ നിങ്ങളുടെ കുണ്ടലിനിയെ മേലോട്ട് കയറ്റാൻ തന്ത്രത്തിൽ ക്രമമുണ്ട്. അതിന് ഷഡ്ചക്ര ഭേദനം എന്ന് പറയും. 6 ചക്രങ്ങളെയും പൊട്ടിച്ച് മേലോട്ട് കയറ്റുക. ഈ കുണ്ടലിനിയാകുന്ന അഗ്നിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരമാലയൊക്കെ ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. ഞാൻ ഇങ്ങനെ പറയുള്ളൂ, വലിയ രഹസ്യമായിട്ടുള്ള കാര്യം കൊണ്ട് പറയില്ല. ഈ മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ അകത്തേക്ക് ഹോമിക്കും. മന്ത്രാക്ഷരം, ഇത് സൂക്ഷ്മ ഹോമം. പരഹോമത്തിൽ മന്ത്രം പോലും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതിന് ഓരോന്നിനും ക്രമമുണ്ട്, ഓരോന്നിനും മെഡിറ്റേഷൻ്റെ രീതിയുണ്ട്, ക്രമമുണ്ട്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുത്താൽ ഒരാൾ അൾട്ടിമേറ്റ്ലി എത്തേണ്ട അവസ്ഥയാണ് പരഹോമം.
അല്ലെങ്കിൽ പരാവസ്ഥ എന്ന് പറയും. ഈ പരാ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ മന്ത്രം പോലും വേണ്ട, ഡയറക്റ്റ് ആ ഫീലിലേക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങ് നമശിവായം ജപിക്കുമ്പോൾ അങ്ങേക്ക് ഉള്ളിൽ ഒരു ചെറിയൊരു ഫീലൊക്കെ വരുമല്ലോ, ഒരു വൈബ്രേഷൻ ഒക്കെ തോന്നിയേക്കാം. ഈ മന്ത്രം ജപിക്കാതെ തന്നെ ഈ വൈബ്രേഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ. ഇതാണ് പരാവസ്ഥ. അവിടെ അങ്ങ് ഫുൾ ടൈം മന്ത്രത്തിലായിരിക്കും. ഇവിടെയാണ് ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തൈലധാര പോലെ മന്ത്രജപം വരണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ചുണ്ടിട്ട് അനക്കിയാലൊന്നും ഇത് വരൂല. ഇപ്പം ആൾക്കാർ ചെയ്യുന്ന മറ്റേ മാലയും കൗണ്ടറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജപിച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ ആവുന്നവർ പറയുന്നത്. ഒരിക്കലും ആവാൻ പോകുന്നില്ല. ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്രമം തന്ത്രശാസ്ത്രത്തിൽ എഴുതി വെക്കണ്ട. ഇതിനെയൊക്കെ ഗണ്ണിക്കും കേട്ടോ. ജപങ്ങൾ കൊണ്ടൊരു പ്രയോജനം, ജപങ്ങൾ കൊണ്ട് പ്രയോഗമുണ്ട്. ഉപാംശു ജപത്തിന് ഉപാംശു ജപത്തിൻ്റെതായിട്ടുള്ള ക്രമമുണ്ട്. കേവലം ഉപാംശു ജപം എന്ന് പറഞ്ഞാൽ ചുണ്ടോണ്ട് ജപിക്കുക. ഉപാംശു ജപത്തിൽ ഇരുന്നിട്ട് മാത്രം നമുക്ക് ഈ സ്ഥലത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ സ്ഥലത്തിലേക്ക് കയറാനായിട്ട് ചില പ്രാക്ടീസുകളുണ്ട് തന്ത്രത്തിൽ. രഹസ്യമായിട്ടുള്ള ചില മെഡിറ്റേഷൻസ്, ചില ശ്വാസോച്ഛ്വാസ പ്രക്രിയകൾ, ചില മന്ത്രജപങ്ങൾ, ഇതൊക്കെ ചെയ്യാനുണ്ട്. ഇത് ചെയ്താൽ നമുക്ക് അതിലേക്ക് കയറാം. നാദാനുസന്ധാനം പോലത്തെ ചില പ്രോസസ്സൊക്കെ ഉണ്ട്. നാദത്തെ അനുസന്ധാനം ചെയ്യുക. ശബ്ദം എന്ന് പറഞ്ഞ ഒരു നാദാണല്ലോ. ഈ നാദത്തെ അനുസന്ധാനം ചെയ്ത വൈബ്രേഷനെ അറിയാൻ പറ്റുന്ന ചില പ്രോസസ്സുകളുണ്ട്. ഇത് ചെയ്താൽ ഉപാംശു ജപം ഇല്ലാണ്ട് നമുക്ക് മറ്റേ സൂക്ഷ്മ ജപത്തിലേക്ക് പോകാം. സൂക്ഷ്മ ജപത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മന്ത്രത്തിൻ്റെ സ്പന്ദനത്തിൽ കിട്ടുന്ന ഫീല് അത് ചിലപ്പോൾ മഹാപരമാനന്ദമായിരിക്കാം. ഡയറക്റ്റ് പരമാനന്ദത്തിൽ കയറുന്നതാണ് പരാവസ്ഥ. ഇതേപോലെ ഹോമമുണ്ട്. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ഹോമം ചെയ്ത എഫക്റ്റ് കിട്ടും. പക്ഷേ അതിന് മെനക്കെടണം. ഇപ്പം ഇതിനൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രയോഗ രീതികൾ പഠിപ്പിക്കുക. കാരണം ആൾക്കാരുടെ സമയം വെറുതെ കളയണ്ടല്ലോ. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വീട്ടിലിരിക്കാം.